23-ാം തീയതി ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ബൈജു ഒട്ടപ്പാറ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. എന്തെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ മേലൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന്. അത് പ്രകാരം ഞാൻ ഓടി ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പരാതിക്കാരി മകൾ മറ്റേ ഐസൈയുടെ അടുത്തിരിക്കുകയും മാല കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, അവിടെ വീട്ടിൽ ജോലിക്ക് വന്നത് ബിന്ദു മോണ് മാല എടുത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ്. അപ്പോഴും മാഡം ഒന്ന് വെളിയിൽ നിൽക്കുക എസ് ഐ പറഞ്ഞിട്ടാണ് എസ് ഐ എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ച ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസർ അടുത്ത് കൊണ്ടുപോയി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്ത് താങ്ങാവുന്നപ്പുറമായിരിക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പനവൂർ സ്വദേശിന് ബിന്ദുവിന് ഇപ്പോഴും ഉള്ളു നീറുകയാണ്. 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെൺമക്കളെ 2 പേരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും DGPക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ബിന്ദു ആരോപിച്ചു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും മാനസികമായി ഒരുപാട് അധികം പീഡനങ്ങൾ നേരിടുന്ന ബിന്ദുവാണ് നമ്മളൊപ്പം ചേരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകളെങ്കിലും? ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടുള്ള വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. വളരെ വേദനിപ്പിക്കുന്നതിന് അങ്ങേറ്റവരെന്നെ വേദനിപ്പിച്ചു. ഭക്ഷണം നൽകാതെയും അന്ന ദിവസമൊന്നും ആഹാരവും വെള്ളമോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഉറങ്ങാനും സമ്മതിച്ചില്ല. അടുത്ത ദിവസം രാവിലെയാണ് പിറ്റേന്ന് രാവിലെയാണ് എന്റെ ചേട്ടൻ വന്ന് എന്റെ ജാമ്യത്തിലൊന്നുമല്ല എന്നെ വിട്ടിരിക്കുന്നത്. പരാതി ഇല്ലാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത്? പരാതിയില്ല, അവരെ സാധനം പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്നാണ് ഓമനാണ്ടനെ അവരെ പരാതി എഴുതി. മക്കളൊക്കെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. മക്കളൊക്കെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. മറ്റുള്ള പോലീസുകാർ ഇതേപോലെ തന്നെയാണോ? എസ് ഐ അല്ലാതെ വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്? തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഇതേപോലെ കേസിൽ ഉൾപ്പെടുത്തുന്നൊക്കെ? അത് ഈ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെ എന്നെ ഈ മാനസികമായിട്ട് പീഡിപ്പിച്ച ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ മോഷണ കേസിൽ പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത്തരത്തിലാണ് സമാനതകളില്ലാത്ത പീഡനമാണ് ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടത്. ഇപ്പോൾ SIക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. മറ്റുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബിന്ദു അറിയിക്കുന്നത്. ക്യാമറാമാൻ അരുൺ ബാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംഭവം വിവാദമായതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. GD ചാർജുള്ള പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനമുണ്ട്. സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, ഇത് 4 ആഴ്ചയോളം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ചു. അതും അവർ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും മാല നഷ്ടപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് മോഷണക്കുറ്റം ആരോപിച്ച് ഈ സ്ത്രീയെ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്താണ് ബിന്ദു പറയുന്നത്? കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ചുൾപ്പെടെ ക്രൂരമായ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് ബിന്ദു പറയുന്നുണ്ടല്ലോ. പിന്നീട് ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം വിവാദമായത്, പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്? കഴിഞ്ഞ മാസം 14 മുതൽ 19 തീയതി വരെയാണ് ഓമന ഡാനിയൽ എന്ന ഈ ബിന്ദു വീട്ടുജോലിക്ക് പോയ വീട്ടിൽ നിന്നും 2.5 പവൻ മാല മോഷണം പോയി എന്ന് പരാതി വരുന്നത്. പിന്നെ 23-ാം തീയതി ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അതേസമയത്ത് ഈ പരാതി കൊടുത്ത വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു.
യാതൊരുവിധ ചോദ്യം ചെയ്യൽ നടപടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താതെ ബിന്ദുവിന് നേരെ അസഭ്യവർഷവും നടത്തുകയും അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് വീട്ടിൽ അറിയിക്കാതെയായിരുന്നു ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചു വെക്കുകയും പിന്നെ വീട്ടുകാർ അന്വേഷിച്ചു വരികയായിരുന്നു. ഒരുപാട് സമയം വീട്ടിൽ നിന്നും ഫോൺ കോളുകൾ വരുമ്പോഴും ബിന്ദു ഇന്നേപോലെ സ്റ്റേഷനിലാണ് എന്ന് വീട്ടുകാരെ അറിയിക്കാൻ ഈ SIയും പോലീസുകാരും സമ്മതിച്ചില്ല എന്ന് ബിന്ദു പറയുന്നു. അതിനുശേഷം വീട്ടുകാരെത്തി ഭക്ഷണം കൊടുക്കാനോ വെള്ളം നൽകാനോ ഒന്നും ഈ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ആരും തന്നെ സമ്മതിച്ചിരുന്നില്ല. പുലർച്ചെ 3 മണിവരെ ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല, ഭക്ഷണം നൽകിയിരുന്നില്ല. 3 മണിവരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു, വളരെ മോശപ്പെട്ട രീതിയിൽ ബിന്ദുവിനോട് പെരുമാറുന്നു. അതിനിടെ 9 മണി ആ സമയത്ത് ബിന്ദുവിനെയും ഈ പരാതിക്കാരെയും കൂട്ടി ബിന്ദുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് തൊണ്ടിമുതലോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. തിരിച്ചെത്തിയിട്ടും വളരെ മോശമായിട്ട് തന്നെയായിരുന്നു ബിന്ദുവിനോട് പെരുമാറിയത്. തൊട്ടടുത്ത ദിവസം 12 മണിക്കാണ് ബിന്ദുവിന് തിരിച്ച് ഫോൺ ലഭിക്കുന്നത്. പിന്നീടാണ് ഈ കളവ് പോയ മുതൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്നതും പിന്നീട് പരാതിയില്ല, ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ വിട്ടുപോകണം, ഈ ഭാഗത്ത് ഇനി കണ്ടുപോകരുത്, കാപ്പ ചുമത്തി പറഞ്ഞു വിടുക എന്നുള്ള രീതിയിലേക്കായിരുന്നു പിന്നീട് പോലീസിന്റെ നടപടി. പിന്നീട് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകുകയെങ്കിലും അവിടെയും ബിന്ദു നേരിട്ടത് സമാനതകളില്ലാത്ത നീതി നിഷേധമാണ്. അവിടെയും വ്യക്തമായ രീതിയിലുള്ള ഒരു നടപടിയോ കൃത്യമായി സർക്കാർ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ബിന്ദുവിന്റെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ബിന്ദു മാധ്യമങ്ങളെ മുന്നിലേക്ക് എത്തുന്നതും ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് വരികയും അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിക്കുകയും ഈ വിഷയം ഇത്രയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തത്. തീർച്ചയായും സാരംഗ്, ഈ സംഭവത്തിന് ശേഷം ഈ സ്റ്റേഷനിൽ വെച്ച് ഇത്രയധികം ദുരനുഭവം ഉണ്ടാകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതോടൊപ്പം DGPക്കും അടക്കം പരാതി നൽകിയതാണ്. അന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമുണ്ട്. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു? മാത്രമല്ല ഈ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ? മറ്റുള്ള പോലീസുകാരെ സ്ഥലംമാറ്റ നടപടികൾ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ DGPക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ പകർപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പോലും ആ പരാതി കൊടുത്ത സമയത്ത് അത് മേശപ്പുറത്ത് വെക്കുകയായിരുന്നു. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ബിന്ദു നമ്മളോട് പറയുന്നത്. മാത്രമല്ല ഇത്രയും ഒരു ദളിത് സ്ത്രീയാണ്, ദളിത് സ്ത്രീ എന്ന രീതിയിലായിരുന്നു ബിന്ദുവിനടുത്ത് ഇത്രയും മോശമായ രീതിയിൽ പോലീസുകാർ പെരുമാറിയത്. ശാരീരികമായി ഉപദ്രവിച്ചില്ലെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അടിക്കാൻ ഓങ്ങി എന്നൊക്കെ ബിന്ദു നമ്മളോട് പങ്കുവച്ചിരുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികളെ 2 പെൺകുട്ടികളാണ് ബിന്ദുവിനുള്ളത്. ആ 2 പെൺകുട്ടികളെയും ഭർത്താവിനെയും കള്ളക്കേസിൽ കൊടുക്കും, ജയിലിലടക്കും. അങ്ങനെ ആ രീതിയിൽ മാനസികമായി തന്നെ തകർക്കുന്ന രീതിയിലായിരുന്നു ബിന്ദുവിനോട് പോലീസുകാർ പെരുമാറിയത്. ആത്മഹത്യക്ക് പോലും മുതിരാൻ നിൽക്കുന്ന സമയത്ത് പെൺമക്കളെ ഓർത്ത് മാത്രമാണ് അതിന് തയ്യാറാകാതിരുന്നതെന്നാണ് ബിന്ദു നമ്മളോട് പറഞ്ഞത്. ഭക്ഷണം നൽകാൻ വേണ്ടി ഭർത്താവ് എത്തിയ സമയത്ത് വിഷം നൽകി പ്രതിയെ കൊല്ലാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ബിന്ദു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുണ്ടായത്. വളരെ മോശം രീതിയിൽ, അതായത് ഒരു സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഒരു യുവതിയെ പ്രതി എന്ന രീതിയിലാണ് പ്രതി അർഹിക്കുന്ന ഒരു മാന്യത പോലും പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിഭീകരമായിട്ടുള്ള പീഡനമാണ് ബിന്ദുവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം വൈകുന്നേരം 4 മണിക്ക് സ്റ്റേഷനിലെത്തി അടുത്ത ദിവസം ഏകദേശം ആ സമയം ആവുമ്പോഴേക്കും അത്രയും സമയം ഇത്രയും പീഡനവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിന്ദുവിന്. പോലീസ് സ്റ്റേഷനിൽ നിന്നും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ട് നാട്ടുകാരുടെ മുൻപിൽ ഒരു കള്ളി എന്നുള്ള ഒരു പേര് പോലും നേരിടേണ്ടി വന്നു. ആ രീതിയിലുള്ള നോട്ടങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നു എന്നും ബിന്ദു നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സാരംഗ്, ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ബിന്ദു അതിൽ സംതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ബിന്ദുവിന്റെ നിയമപോരാട്ടം അവസാനിക്കുകയാണ്, അതോ ഈ ഒരു കർശനമായ നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണമെന്ന ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്? ഇപ്പോൾ നിലവിൽ അന്വേഷണ വിധേയമായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടോ? ഈ SIക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ സാരംഗ്?
അന്വേഷണ വിധേയനായിട്ടാണ് ഇപ്പോൾ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ള പോലീസുകാർക്കെതിരെയും ഇത്തരത്തിലുള്ള അന്വേഷണം SI ഉൾപ്പെടെയുള്ള എല്ലാ പോലീസുകാർക്ക് എതിരെയും വകുപ്പ് തല അന്വേഷണം ഏതു തരത്തിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാകും. ബിന്ദു കൂടുതൽ നിയമപരമായ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് നിലവിൽ ബിന്ദു നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല ഇതൊരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് പട്ടികജാതി അല്ലെങ്കിൽ ദളിത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ദളിത് വർഗ മനുഷ്യർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരു പ്രതികരണമായി തന്നെ കാണിച്ചുകൊണ്ട് ബിന്ദു നിയമപോരാട്ടത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല പോലീസുകാർക്കെതിരെ കൃത്യമായിട്ടുള്ള വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഏറെ നടുക്കത്തോടെയാണ് അവർ ആ ദിവസങ്ങളെ, പ്രത്യേകിച്ച് ഏറെ വേദനയോടെയുള്ള ആ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയാണ് ചെയ്തത്. എന്തായാലും സംഭവം വിവാദമായതോടെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി, അതായത് അവരെ സ്ഥലം മാറ്റാനുള്ള തീരുമാനവും നിലവിലെടുത്തിട്ടുണ്ട്.